അമ്മേ. നീ എഴുന്നേറ്റോ? അമ്മ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? എന്നോട് പറഞ്ഞാൽ പോരെ, ഞാൻ ചെയ്യത്തില്ല ഇതൊക്കെ. നീ ഇപ്പൊ പോയി നാളെ പോകേണ്ടതെല്ലാം ഒതുക്കി വെക്ക്. ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അമ്മ വിഷമിക്കണ്ട, ഞാൻ ഡോക്ടറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയ്ക്കാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും പിന്നെ ഉണ്ടാവത്തില്ല. അമ്മ ഇരിക്കുന്നിടത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞാൽ മതി എന്ത് വേണമെന്നുള്ളത്, അവർ കൊണ്ട് തന്നോളും. ഞാൻ ആ രീതിയിലാക്കും. നീ ഇതൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നീ ഒന്ന് പഠിച്ച് ഒരു ഡോക്ടറായി കണ്ടാൽ മതി. പിന്നെ നിനക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നീ അവനോട് പറഞ്ഞാൽ മതി, അവൻ മേടിച്ചോണ്ട് തരും. അതൊന്നും വേണ്ടമ്മേ, ഇപ്പം തന്നെ ആവശ്യത്തിനുള്ള സാധനങ്ങളുണ്ട്. ഇന്നലെയും ചേട്ടൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചോണ്ടെന്ന്. ഇനി അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അടുത്തതും കൂടി പറയാനായിട്ട്. എന്തിനാ വെറുതെ ഇതെല്ലാം കൂടി കെട്ടിപ്പറക്കി ഞാൻ അങ്ങോട്ടല്ലേ പോകേണ്ടത്? ഇങ്ങോട്ട് വരുമ്പോൾ അതിൻ്റെ ഇരട്ടി ഇങ്ങോട്ട് കൊണ്ടുവരികയും വേണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എടാ, നീ ഇവിടെ കളിച്ചും ചിരിച്ചും നിൽക്കുക. കൊണ്ടുപോകാനുള്ളതൊക്കെ എടുത്തു വെച്ചോ? ആ ചെയ്തേട്ടാ. ഇതും കൂടെ വെച്ചോ കൊണ്ടുവന്നിട്ട്. ഇതെന്താ നോക്കട്ടെ. എനിക്ക് ഇടാനുള്ള ഷർട്ടാ. 1-2 ഷർട്ടാടാ. ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നേ ഇല്ലയോ? ചിലപ്പോൾ കഴുകാൻ പറ്റിയില്ലേ മാറി ഇടാനൊക്കെ വേണ്ടേ? അതാ. എന്തിനായിട്ടാ ഇതൊക്കെ വാങ്ങിച്ചത്? ഇപ്പം തന്നെ ആവശ്യത്തിന് ഇരിക്കുന്നു. ഇനി അതിൻ്റെ കൂടെ ഇതും കൂടെ. ഞാൻ അമ്മയുടെ ഇപ്പം കൊണ്ട് പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത്രയും ഡ്രസ്സൊന്നും വേണ്ട. ഹോസ്റ്റലിൽ കഴുകാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഇത്രയും ഡ്രസ്സിനൊന്നും ആവശ്യമില്ല. എടാ, നീ അതും ഇതും ആലോചിച്ച് തല ഉണ്ടാക്കണ്ട. രാവിലെ പോകാനുള്ളതല്ലേ. നീ ഇതുകൊണ്ട് ബാഗ് വെക്കാൻ നോക്ക്. വാടാ, വേഗം വാ. ട്രെയിൻ പോവുക. സമയം ഇപ്പം തന്നെ ഒരുപാടായി. വേഗം വന്ന് കയറി. വരുവാ. വാ, വേഗം വാ. ട്രെയിൻ പോകത്തില്ലയോ? അമ്മേ പോയിട്ട് രാവേ, ചെന്നിട്ട് വിളിക്കാം. സൂക്ഷിച്ച് നോക്കിയും കണ്ടൊക്കെ പോണേ. നടുവിനൊക്കെ ഭയങ്കര വേദന. നാളെ ആശുപത്രിയിലൊന്ന് പോണം. നീ വന്നാ കുളിച്ചിട്ട് വാ, എല്ലാം കഴിക്കാൻ എടുത്ത് വെക്കാം. ഞാൻ കുളിച്ചിട്ട് വരാം. എടുത്ത് വെക്കാം. അമ്മേ. അമ്മ, അവൻ വിളിച്ചായിരുന്നു അമ്മേ? ഇല്ല, എന്നെ വിളിച്ചില്ല. ഞാൻ വിളിച്ചിട്ട് എടുത്തതും എടുത്തില്ല. ഞാനും വിളിച്ചായിരുന്നു, എടുത്തില്ല. അതാ ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചു. അമ്മയെ വിളിച്ചോന്നു. എന്താ മോനെ കയ്യില്? അത് കയ്യൊന്ന് ചെറുതായിട്ട് പൊട്ടിയമ്മേന്ന്. അമ്മ ഇങ്ങനെ വിഷമിക്കാതെ, നമ്മുടെ അശ്വിന് വേണ്ടിയല്ലേ. അവനെങ്കിലും ഈ കഷ്ടപ്പാടിൽ നിന്ന് പോയി രക്ഷപ്പെടട്ടെ. അത് ഓർക്കുമ്പോൾ പിന്നെ ഇതൊന്നും ഒന്നും അല്ല. ഒത്തിരി നേരമായി. ഇനി അവിടെ ചെന്നിട്ട് ഇനി അവളുമാരുടെ ഒക്കെ വായിരിക്കുന്നതൊക്കെ കേക്കണം. നീ ഒരു വാക്കുപോലും പറയാതെ പെട്ടെന്ന് വന്നത്? വരണം തോന്നി വന്ന്. എന്താ എനിക്കോട്ട് വരാൻ പാടില്ലെന്നല്ലോ ഉണ്ടോ? നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? കോളേജിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് അമ്മയോട് തുറന്നു പറ. ഒന്ന് പോതള്ളേ, ഒരു സമാധാനം തരത്തില്ല. ഒന്ന് പോയി ചത്തൂടെ നിങ്ങൾക്ക്? അവൻ ബാഗ് ഇവിടെ കൊണ്ട് വെച്ചിരിക്കുകയെന്നാ. എന്തായാലും ആയിക്കോട്ടെ. മുഷിഞ്ഞ തുണിയായിരിക്കും, ഇത് കഴുകിയിടാം. ഇതെന്തോ? എന്താ വിഷമിച്ചിരിക്കുന്നത്? കരയുമായിരുന്നോ? അവൻ വന്നിട്ടുണ്ട് മോനെ. അവനകത്ത് റൂമിൽ ബോധമില്ലാതെ കിടക്കുന്നു. പിന്നെ ഞാൻ അവൻ്റെ ബാഗിൽ നിന്ന് ഡ്രസ്സുകൾ വാഷ് ചെയ്യാൻ ചെല്ലി എടുത്തപ്പോൾ ഇത് കിട്ടി കൈ. എന്താണെന്ന് ഇതറിയാൻ വയ്യ. മറ്റേ സാധനമാണോ? ഇതൊക്കെ എപ്പോ തുടങ്ങാനായി ശീലം?
എന്തുവാടാ നീ കാണിക്കുന്ന? മോനെ എന്താ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, താൻ എന്റെ ചേട്ടന് അച്ഛനാവാൻ ശ്രമിക്കരുത്. എന്താടാ നീ പറഞ്ഞത്? ഇത്രയും നാളെ അവൻ അച്ഛന്റെ സ്ഥാനത്തല്ലായിരുന്നു, ഇപ്പൊ അവൻ പെട്ടെന്ന് ചേട്ടന്റെ സ്ഥാനം വന്നോ? നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ അവൻ പറഞ്ഞത്. നിനക്ക് വേണ്ടി അവൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവന്റെ നേരെ നീ ഇന്ന് കൈപോക്കിയത്. എന്നെ ഉപദ്രവിച്ച ഞാൻ ആരായാലും തല്ലു. എന്താടാ നീ എന്നെ തല്ലുവോ? എന്നെ തല്ലുവെന്ന് നീ തല്ലടാ. പെറ്റമ്മയാണെന്ന് നീ നോക്കണ്ട, നീ എന്നെയും തല്ല്. അതല്ലേ മര്യാദയ്ക്ക് പോയിക്കോ, ഇല്ലേ കരണം അടിച്ച് ഞാൻ പോയിക്കും. അമ്മയാണെന്നും ഞാൻ നോക്കത്തില്ല, പെറ്റ വേറെ ഇതൊന്നും ഞാൻ നോക്കേണ്ട ആവശ്യമില്ല. പൊക്കോ. നിനക്കെന്താടാ പ്രാന്തായോ? ഇത് നമ്മുടെ അമ്മയില്ലേ? എന്നെക്കാളേറെ നീയല്ലേ അമ്മയെ സ്നേഹിച്ച? ആ അമ്മയുടെ കാര്യമാണ് നീ ഇന്ന് കൈ ഉയർത്തിയത്. ആ തള്ള രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ നീ ഇടയ്ക്ക് വന്നതുകൊണ്ട്, ഇല്ല ആ തള്ളക്ക് ഇന്ന് കിട്ടിയാൻ എന്റെ കയ്യിൽ നിന്ന്. എടാ ഇത് ഞങ്ങളുടെ അശ്വൻ തന്നെ ആണോ? ഇറങ്ങി പോടാ പോ. അവന്റെ കയ്യിലെങ്ങാനുണ്ടോ ഒന്ന് നോക്കട്ടെ. വയ്യ. അമ്മേ, ചേട്ടാ, നിങ്ങളെ കരുതുക പോലെ അല്ല. എനിക്കിപ്പോഴും നിങ്ങളെ ഇഷ്ടമാ, പക്ഷെ ഇതില്ലാതെ എന്നെ കൊണ്ട് പറ്റത്തില്ല. എനിക്ക് ഭ്രാന്ത് പിടിക്കുക. അമ്മ പറഞ്ഞ സത്യ. എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ചേട്ടൻ. സ്വന്തം ജീവിതം പോലും വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്താ എന്നെ തിരിച്ചു കൊടുത്ത? എനിക്ക് ഇതില്ലെങ്കിൽ പറ്റത്തില്ല. അവരെയൊക്കെ ഇതെങ്ങനെ പറഞ്ഞൊന്നും മനസ്സിലാക്കുക. ഇല്ല, ഇങ്ങനൊരു സമനില തെറ്റിയാനായി ജീവിക്കാനെ കൊണ്ട് വയ്യ. എനിക്കിങ്ങനെ സമനില തെറ്റിയാനായിട്ട് ജീവിക്കണ്ട. എന്റെ ജീവിതം നന്നാക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അവര്. എന്റെ ഭാവി നേരെയാക്കിയെടുക്കാൻ വേണ്ടി അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവര് ജീവിച്ചിരിക്കെ ഇങ്ങനൊരു വേദന ഞാൻ അവർക്ക് കൊടുക്കത്തില്ല. ഞാനോ നശിച്ച് അവരുടെ ജീവിതം കൂടി നശിക്കാൻ ഇനി ഞാൻ സമ്മതിക്കത്തില്ല. ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാളും നല്ലത് ഞാൻ മരിക്കുന്നയാ. എനിക്ക് വയ്യ ഇങ്ങനെ ജീവിക്കാൻ. എനിക്ക് വയ്യ. അശ്വനെ മോനെ കഥ തുറക്ക്. കഥ തുറന്നേ. എന്താ എന്താ പറ്റി? നീ വന്നേ, വാ. നീ വാ, നീ വന്നേ, നീ ഇവിടെ വന്നിരുന്നേ. അമ്മ ഇതോ അവൻ തോണ്ട തൂങ്ങാൻ കയറെടുത്തേക്കുന്ന അമ്മേ. എന്താണ് കാണിക്കുന്നത്? ഇതിനു വേണ്ടി ഇവിടെ എന്തോ ഉണ്ടായി? അമ്മേ, ഞാൻ ഒരിക്കലും ഒരു നല്ല മകനല്ല. നിങ്ങളാണെങ്കിൽ എന്നെ പഠിക്കാൻ വേണ്ടി വിട്ട്. പക്ഷെ ഞാൻ മോനെ എന്ത് സംഭവിച്ചേ? ഈ കാര്യം തുറന്നു പറ. എന്തിനാ നീ ഇങ്ങനെ ചെയ്യാൻ പോകുന്നത്? നീ ഞങ്ങളുടെ മകനല്ലേ? നീ മാപ്പറിയാത്ത തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ തിരുത്താവുന്ന തെറ്റുകളാണ്. ആത്മഹത്യ ചെയ്യുന്ന ഒരു പരിഹാരമല്ല. ഒരുപാട് കുടുംബങ്ങളുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. നീയും അത് തന്നെ ആവർത്തിച്ചങ്ങനെ പലതും ഒന്നിരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ശരിയാവും, ഇല്ലെങ്കിൽ നമ്മൾ ശരിയാക്കും. ഇല്ല ഏട്ടാ, ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും സ്വപ്നങ്ങളും നിങ്ങളുടെ രണ്ടുപേരുടെയും കഷ്ടപ്പാടും ഇല്ലാതാക്കിയില്ലേ. എനിക്കിനി ഒന്നിനും കഴിയില്ല. ഇല്ലടാ, നിനക്കിപ്പോൾ ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റി. ഇനി നീ ജീവിതത്തിൽ ഒന്നും കൂടെ മുന്നേറത്തേ ഉള്ളൂ. ഇനിയും സമയമുണ്ട് നിനക്ക്. ഇല്ല ഏട്ടാ, ഇനി ഞാൻ ഒരിക്കലും ആ വഴിയെ പോവില്ല. ഞാൻ അത്തരത്തിലൊരു വഴിയിൽ ഞാൻ ഇനി പോകത്തില്ല. ഞങ്ങൾക്ക് അത് മതിയാടാ. കേട്ടാ മതി മോനെ. ഞങ്ങളുണ്ട് നിന്റെ കൂടെ.